പൂരങ്ങളുടെ നാട്ടിൽ ഇനി മെഗാ ഓഫറുകളുടെ തൃശൂർ പൂരം. മലബാർ ഡിജിറ്റലിൽ വിലക്കിഴിവിന്റെ പൊടിപൂരം. ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് തിരുവല്ലാമലയിൽ കാലാവസ്ഥാ വ്യതിയാനവും കാർഷിക മേഖലയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ സമ്മേളനം ഏപ്രിൽ 12, 13 തീയതികളിലായി ചേലക്കര വെച്ചാണ് സംഘടിപ്പിച്ചിരുന്നത്. അതിനോടനുബന്ധിച്ചാണ് തിരുവല്ലാമല ഗ്രാമീണ വായനശാലയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തിരുവല്ലാമല യൂണിറ്റും സംയുക്തമായി കാലാവസ്ഥാ വ്യതിയാനവും കാർഷിക മേഖലയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. തിരുവല്ലാമല ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടന്ന സെമിനാർ പ്രശസ്ത സാഹിത്യകാരി മാനസി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ വായനശാല വൈസ് പ്രസിഡന്റ് N. രാംകുമാർ അധ്യക്ഷനായിരുന്നു. PG ഫോറസ്ട്രി കോളേജ് മുൻ ഡീൻ K. വിദ്യാസാഗർ വിഷയാവതരണം നടത്തി. ചർച്ചയ്ക്ക് ശേഷം പഴയന്നൂർ ബ്ലോക്ക് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ ജോസഫ് ജോൺ തേരാട്ടിൽ ക്രോഡീകരണം നടത്തി. ഞാൻ 6 ഏക്കറോളം കൃഷി ചെയ്യുന്ന ആളാണ്. എനിക്ക് 2 ഏക്കറേ ഉള്ളൂ. കോളിലല്ല, സാധാ അതുപോലെ പോലെയുള്ള സ്ഥലത്താണ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 60 ചാക്കോളം നെല്ലുണ്ടായിരുന്നു. ഇക്കൊല്ലും 60 ചാക്ക് നെല്ലുണ്ട്. പക്ഷെ 60 ചാക്ക് തൂക്കം നോക്കിയപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്ക് ഒരു 3.5 ടണ്ണൊക്കെ വരേണ്ടതാണ്. പക്ഷെ 2,900 ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഇന്ന മണികളൊക്കെ ഉണ്ട് തന്നെ. അങ്ങനെ കാറ്റത്തിട്ടതാണ്. മുഴുവൻ ചാപ്പൊന്നല്ല, അല്ലെങ്കിൽ പതിനൊന്നല്ല. പക്ഷെ ഞങ്ങൾ നോക്കിയപ്പോൾ 100 മണികളെടുത്ത് നമ്മൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഇതിൽ 22-25 ഗ്രാം തൂക്കം വരണം. പക്ഷെ 18 ഗ്രാം തൂക്കമേ ഉള്ളൂ, അല്ലെങ്കിൽ 20 ഗ്രാം കഷ്ടി എത്തുന്നേ ഉള്ളൂ. വളമെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്, ജൈവവളവും രാസവളവും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പറ്റാവുന്ന എല്ലാ വളങ്ങളും എന്ന് പറയാം. കാലാവസ്ഥ തന്നെ മോശമൊന്നും ആയിരുന്നില്ല, മഴയൊക്കെ കിട്ടിയിരുന്നു. പക്ഷെ എന്നിട്ടും വേണ്ടത്ര ഫില്ലിങ് നടക്കുന്നില്ല. അതായത് മണിയൊക്കെ ഉരുണ്ട് വരുമ്പോൾ തൂക്കം കുറവാണ്. ഒരുപക്ഷെ നിങ്ങൾക്കും അനുഭവപ്പെട്ട് കാണും, പഴയന്നൂർ ബ്ലോക്കിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സപ്ലൈകോന്റെ ഡാറ്റ വെച്ച് നോക്കിയാൽ മനസ്സിലാവും. കാരണം എല്ലാവരും നല്ല വിളവുണ്ടെന്ന് പറഞ്ഞാലും ആവറേജ് ഒരു 1,800 കിലോയ്ക്ക് ഏക്കറിന് കിട്ടിയിട്ടുള്ളൂ. നല്ല വിളവെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ 1,800 ആണെങ്കിൽ സാറിന്റെ നാട്ടിൽ നല്ല വിളവെന്ന് പറയുന്നത് 3,500 ഒരു ഏക്കറിന്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തിരുവല്ലാമല യൂണിറ്റ് സെക്രട്ടറി PB ഷാജി, വായനശാല പ്രതിനിധി ജയപ്രകാശ് കുമാർ, വായനശാല സെക്രട്ടറി ബാബു പരശുറാം തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിലെ കർഷകർക്കുള്ള ആദരിക്കൽ ചടങ്ങും നടന്നു. പരിഷത്ത് പുസ്തകങ്ങളുടെയും ചൂടാറ പെട്ടി, ടോയ്ലറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെ വരുമ്പോഴാണ് ഒരു പക്ഷേ കേരളം എന്ന് പറയുന്ന കടൽ വരെ ഒരു സ്ട്രിപ്പുമായി നിൽക്കുന്നത്. തീരദേശം 12% തീരദേശമേ ഉള്ളൂ. 12 മീറ്ററോളം വരുന്ന ഒരു പ്രദേശം കഴിഞ്ഞാൽ പിന്നെ ഇടനാടും മലനാടുമാണ്. സത്യത്തിൽ തകർന്നടിഞ്ഞ പശ്ചിമഘട്ടത്തിനും വലിയ തോതിലുള്ള കടൽക്ഷോഭത്തിനും ഇടയിൽ കിടക്കുന്ന ഒരു ചെറിയ പ്രദേശമായി കേരളം മാറുന്നു എന്നുള്ളതാണ്. നമ്മുടെ കാലാവസ്ഥാ മാറ്റത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയോടെ സൂചിപ്പിച്ച പോലെ കടൽ നിരപ്പ് ഏകദേശം 22 സെന്റിമീറ്ററോളം ഉയർന്നു കഴിഞ്ഞു. ഒരുപക്ഷെ ബോംബെയും കൊച്ചിയും വെള്ളത്തിനടിയിലാവെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഇപ്പൊ തന്നെ മാലിദ്വീപ് എന്ന ദ്വീപ് തന്നെ ഇല്ലാതാവും, ലക്ഷദ്വീപ് ഇല്ലാതാവും. എന്താണ് നമ്മുടെ ബംഗ്ലാദേശിന്റെ ഏകദേശം 17% വെള്ളത്തിനടിയിലായി. കാലാവസ്ഥാ അഭയാർത്ഥികൾ ഉണ്ടാക്കപ്പെട്ട് കഴിഞ്ഞു. നമ്മളൊക്കെ തന്നെ കാലാവസ്ഥാ അഭയാർത്ഥികളായി മാറുകയാണ്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചോളം ഞാനൊക്കെ കോസ്റ്റൽ ഏരിയയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ട് കയറി വരും മുകളിലേക്ക്. പക്ഷേ മുകളിലേക്ക് കയറി വരുന്നത് എങ്ങനെ? എവിടേക്ക് കയറി വരുന്നത്? വലിയ തരത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഉരുൾപൊട്ടലും ലാൻഡ് സ്ലൈഡുമായി പശ്ചിമഘട്ടം നിൽക്കുന്നു. ഈ 2 വലിയ തരത്തിലുള്ള പശ്ചിമഘട്ടത്തിന്റെ തകർച്ച ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഒരു ഭാഗത്ത്, കടൽക്ഷോഭം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ മറ്റൊരു ഭാഗത്ത്. ഇതിനിടയിൽ കിടക്കുന്ന സാൻഡ്വിച്ച് പോലെ, അല്ലേ, 2 ബെന്നുകൾക്കിടയിൽ നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന പോലെ ഒരു സാൻഡ്വിച്ച് പോലെ മാറ്റപ്പെട്ട ഒരു ജനതയായി ഈ 3.5 കോടി ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. CCV ന്യൂസ്, തിരുവല്ലാമല.